പിടിപ്പത് പണി ഉണ്ടായിട്ടും റോബിൻ ബസിന് പിന്നാലെ പോകുകയും സർക്കാരിന്റെയും CPM-കാരുടെയും ശത്രുക്കളുടെ പിന്നാലെ നടക്കുകയും ചെയ്യുന്ന മോട്ടോർ വാഹന വകുപ്പിന് ആവശ്യത്തിലധികം പണി കൊടുക്കാൻ ഗതാഗത വകുപ്പ് മന്ത്രി. ഗതാഗത യോഗ്യമായ റോഡുകൾ ഉണ്ടായിട്ടും ബസ് ഓടുന്നില്ലെങ്കിൽ മോട്ടോർ വാഹന വകുപ്പിനെ ആർക്കും സമീപിക്കാമെന്ന് ഗണേഷ് പ്രഖ്യാപിച്ചു. നിശ്ചിത റൂട്ടിലേക്ക് ബസ് വേണമെന്നാവശ്യപ്പെട്ടാൽ വകുപ്പിന്റെ നേതൃത്വത്തിൽ പ്രാഥമിക പഠനം നടത്തി ബസ് അനുവദിക്കും. മോട്ടോർ വാഹന വകുപ്പിന് പണി കൂടുന്ന നിർദ്ദേശങ്ങളാണ് മന്ത്രിയുടെ മനസ്സിലുള്ളത്. ഇതുവരെ ആന്റണി രാജു മോട്ടോർ വാഹന വകുപ്പിനെ ആടിക്കളിക്കട കൊച്ചുരാമന്മാരായി കൊണ്ടു നടക്കുകയായിരുന്നു. അങ്ങനെ റോബിൻ ബസിന് പിന്നാലെ പോകാൻ കാണിച്ച ശുഷ്കാന്തി വേറൊരു കാര്യത്തിലും വകുപ്പിനില്ലായിരുന്നു. വകുപ്പിൽ അടിമുടി പൊളിച്ചെഴുത്തിന്റെ ആവശ്യമുണ്ട്. കൂടാതെ കൈക്കൂലിക്കാരായ ഉദ്യോഗസ്ഥർ, പണിയെടുക്കാത്തവർ, CPM-കാർക്ക് വേണ്ടി പണിയെടുക്കുന്നവർ. എന്നാൽ ഇനി അതൊന്നും നടക്കില്ല. കൃത്യമായി പണിയെടുത്തോണം, അല്ലാത്തവരെ ചവിട്ടി പുറത്താക്കും. പണിയെടുക്കാത്തവർ എന്റെ വകുപ്പിൽ വേണ്ടെന്ന നിലപാടാണ് ഗണേഷ് കുമാറിന്. ഇതിൽ റിയാസിനിട്ടൊരു കുത്തുകൂടി കൊടുത്തിട്ടുണ്ട് ഗണേഷ് കുമാർ. മികച്ച റോഡ് ഉള്ളിടത്തോളം ബസ് സർവീസ് നടത്താൻ തയ്യാറാണെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി പറഞ്ഞു. പൊട്ടിപ്പൊളിഞ്ഞ റോഡിലൂടെ ആടി ഉലഞ്ഞാണ് ആനവണ്ടികളുടെ യാത്ര. ഇതിൽ വലിയ വിമർശനം ഉയരുന്നുണ്ട്. റോഡ് കൊള്ളില്ല, നടു ഒടിയുന്നു എന്ന പരാതിയാണ് വ്യാപകം. ബസ് സർവീസ് നടത്തേണ്ട പല റോഡുകളും തോടാണ്. മിക്കവാറും റോഡ് നന്നാക്കൽ വിഷയത്തിലും ഗണേഷ് കുമാർ തലയിടും. ഇതോടെ മരുമോന്റെ വകുപ്പും ഗണേഷിന് കൊടുക്കെന്ന് നാട്ടുകാർ പറയും. ഒരു ഗണേഷ് കുമാർ കാരണം മുഖ്യനും മരുമോനും CPM-കാർക്കും വയ്യാവേലിയായിരിക്കുകയാണ്. ഒന്നാം പിണറായി സർക്കാരിൽ ശൈലജ ടീച്ചർ ആയിരുന്നു ജനകീയ നേതാവെങ്കിൽ രണ്ടാം പിണറായി സർക്കാരിൽ ഗണേഷ് കുമാറാണ് ജനകീയൻ. 2.5 വർഷം കൊണ്ട് ആന്റണി രാജുവിന് പോലും ഉണ്ടാക്കാൻ പറ്റാത്ത ഓളമാണ് കയറി ഒരാഴ്ചയ്ക്കുള്ളിൽ ഗണേഷ് ഉണ്ടാക്കിയത്. എന്തിനേറെ 7.5 വർഷം കൊണ്ട് മുഖ്യമന്ത്രിക്ക് പോലും ഉണ്ടാക്കാൻ പറ്റാത്ത വലിയ ഓളം ഗണേഷ് ഉണ്ടാക്കി കഴിഞ്ഞു. അങ്ങനെ ജനകീയനായി നിൽക്കുന്ന ഗണേഷ് കുമാറിന് നേരെ മുഖ്യമന്ത്രി ഒളിയമ്പെറിയാൻ സാധ്യതയുണ്ട്. വലിയ മാറ്റങ്ങളാണ് ഗതാഗത വകുപ്പിൽ ഗണേഷ് കൊണ്ടുവരാൻ പോകുന്നത്. KSRTC-യിൽ മൊത്തത്തിൽ പൊളിച്ചെഴുത്താണ് ലക്ഷ്യം. KSRTC ബസ് സർവീസ് ഏതൊക്കെ സ്ഥലത്ത് നടത്തണമെന്നത് ഗതാഗത വകുപ്പ് തീരുമാനിക്കും. കേരളത്തിന്റെ മുക്കിലും മൂലയിലും ബസ് എത്തുന്നുവെന്ന് ഉറപ്പിക്കാനാണ് മന്ത്രി ഗണേഷ് കുമാറിന്റെ തീരുമാനം. നല്ല റോഡ് ഉള്ളിടത്തെല്ലാം ബസ് എത്തും. യാത്രാക്ഷാമം രൂക്ഷമായ സ്ഥലങ്ങൾ ഗതാഗത വകുപ്പ് കണ്ടെത്തും. വേണ്ട നടപടികളും സ്വീകരിക്കും. ഗതാഗത മന്ത്രിയായി KB ഗണേഷ് കുമാർ ചുമതലയേറ്റ ശേഷമാണ് പൊതുഗതാഗത സൗകര്യം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി പ്രാദേശികമായി പുതിയ ബസ് റൂട്ടുകൾ തുടങ്ങാൻ തീരുമാനമെടുത്തത്. സംസ്ഥാനത്തൊട്ടാകെ പദ്ധതി നടപ്പിൽ വരുത്തും. ഇതിന്റെ പ്രാരംഭ നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു. KSRTC ബസോ സ്വകാര്യ ബസോ ആയിരിക്കും പുതിയ റൂട്ടുകളിലൂടെ സർവീസ് നടത്തുക.